ഒരു നഗരത്തെ സംരക്ഷിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ നൂറുകണക്കിന് മീറ്റർ ഉയരമുള്ള ഒരു മതിൽ നിർമ്മിക്കുന്നു. എന്നാൽ ഈ ഭിത്തി ലാവയെ തടയുന്നില്ല. ലാവ നഗരത്തിനുള്ളിലേക്ക് ഒഴുകാതിരിക്കാൻ അവർ ഫയർ ട്രക്കുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് വെള്ളം തളിക്കാൻ പദ്ധതിയിടുന്നു. ലാവ ഭിത്തിക്ക് മുകളിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവർ തളിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ലാവയുടെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു. ഈ സമയം ഹെലികോപ്റ്ററുകൾ അവിടെ എത്തിയിരുന്നില്ല. ഫയർ ട്രക്കുകളിലെ വെള്ളം മാത്രം ലാവയെ തടയാൻ പര്യാപ്തമല്ലായിരുന്നു. ആ നിർണായക നിമിഷത്തിൽ ഹെലികോപ്റ്ററുകൾ എത്തുന്നു. ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം ഫയർ ട്രക്കുകളും ഹെലികോപ്റ്ററുകളും ഒരേ സമയം വെള്ളം തളിക്കാൻ തുടങ്ങുന്നു. നഗരം മുഴുവൻ കട്ടിയുള്ള നീരാവി കൊണ്ട് നിറയുന്നു. ഒടുവിൽ ലാവ തടയപ്പെടുന്നു. എല്ലാവരും ആഘോഷിക്കുന്നതിനിടയിൽ ക്യാപ്റ്റൻ ഒരു ഫോൺ കോൾ വരുന്നു. ലാവ നഗരത്തിനുള്ളിലേക്ക് ഒഴുകുന്നത് തടഞ്ഞെങ്കിലും അത് വഴിമാറിയെന്ന് സഹപ്രവർത്തകൻ പറയുന്നു. സഹപ്രവർത്തകൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു തുരങ്കത്തിനുള്ളിലേക്ക് പോകുന്നു. ഉപകരണത്തിൽ ടണലിന്റെ താപനില 600 ഡിഗ്രിക്ക് മുകളിലാണെന്ന് കാണിക്കുന്നു. അവർ ഒരു ക്യാമറ ടണലിനുള്ളിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു. പക്ഷേ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ക്യാപ്റ്റൻ ക്യാമറ തിരിക്കുന്ന അടുത്ത നിമിഷം ലാവ ടണലിന്റെ മറുവശത്ത് നിന്ന് വേഗത്തിൽ ഒഴുകി വരുന്നു. അവർ ക്യാമറ വലിച്ചെറിഞ്ഞ് ലാവയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് അവർ തുരങ്കത്തിന്റെ ഭൂപടം കണ്ടെത്തുന്നു. ഈ തുരങ്കം ഒരു ആശുപത്രിക്ക് കീഴിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ വേഗത്തിൽ അവിടെ എത്തുകയും ലാവയെ തിരിച്ച് വഴിതിരിച്ചുവിടാൻ മറ്റൊരു ഡ്രെയിനേജ് പൈപ്പ് പൊട്ടിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു. സഹപ്രവർത്തകർ ഡ്രെയിനേജ് പൈപ്പ് ചരിഞ്ഞ ഒരു സ്ഥലത്താണെന്ന് പറയുന്നു. അതിനാൽ ലാവയെ നേരിട്ട് തിരിച്ചുവിടാൻ കഴിയില്ല. നിസ്സഹായരായപ്പോൾ അടുത്തുള്ള കെട്ടിടം കണ്ടപ്പോൾ ക്യാപ്റ്റൻ ഒരു ആശയം തോന്നുന്നു. ലാവയുടെ ഒഴുക്ക് മാറ്റാൻ കെട്ടിടം തകർക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. എല്ലാവരും ഉടൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അവർക്ക് ബോംബുകൾ സ്ഥാപിക്കാൻ 20 മിനിറ്റ് സമയമുണ്ട്. ഈ സമയം തുരങ്കത്തിനുള്ളിൽ നിന്ന് ലാവ ഒഴുകാൻ തുടങ്ങുന്നു. ക്യാപ്റ്റൻ ബോംബ് പൊട്ടിക്കാൻ ധൈര്യമായി ഉത്തരവിട്ടതിനു ശേഷം ഒരു വലിയ സ്ഫോടനം നടക്കുന്നു. കട്ടിയുള്ള പുകയുയർന്നതിനു ശേഷം അവർ ലാവയെ പൈപ്പിലേക്ക് തിരിച്ചുവിട്ട് അത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നു.